ആ നീ വിളിച്ചത് ഞാൻ കണ്ടു. ഞാൻ ബാത്റൂമിലായിരുന്നപ്പോ ഫോണിവിടെ ചാർജിൽ വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ വന്നു. എന്താണ് വിശേഷം? ഏ പെട്രോളിന്റെ മണോ? വണ്ടി നിർത്തി നോക്കിയാ നീ വല്ല പെട്രോൾ ഇട്ടുണ്ടോന്ന്? ഇല്ലേ? ബോണറ്റ് നോക്കിയാ? അവിടെ ഇല്ല, മണമൊന്നുമില്ല. ഇടക്ക ഈ കംപ്ലൈന്റ് പലരും പറയുന്നുണ്ടോ, പെട്രോളിന്റെ മണം വരുന്നുണ്ട്. ഗാരേജിൽ കൊണ്ടുപോകുമ്പോ അവര് പറയണത് പെട്രോളിന്റെ പൈപ്പ് കുത്തുന്നൊരു വണ്ട് ഉണ്ട്. ഈ വണ്ടൊക്കെ ഇത്തരം കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്നൊന്നുമില്ലാത്ത ഇപ്പൊ കാണുന്ന. നീ ഗാരേജിൽ കൊണ്ടുപോയി നോക്ക്. ഗാരേജിൽ കൊണ്ടുപോയി നോക്കിയിട്ട് എന്താണെന്ന് അന്വേഷിക്കേ. 3 ഗാരേജിലാ. അവരെന്താ പറയണേ? നോക്കിയിട്ട് കാണുന്നില്ലേ? അതിവിടെ ഇത് ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഈ എത്തനോള് ചേർത്ത പെട്രോള് ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഒരുവിധം വണ്ടിയിൽ അടിക്കുന്നത്. അപ്പൊ എത്തനോൾ എന്ന് പറഞ്ഞപ്പോ ജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. കമ്പനി അതിന്റെ സർക്യൂട്ടും അതിന്റെ മറ്റു എല്ലാ ഇതുകളും പെട്രോളിന് വേണ്ടി സംവിധാനിച്ചുള്ളതാണ്. അപ്പൊ ഒരു പക്ഷെ ഇത് ഈ ഫിൽട്ടർ ബ്ലോക്ക് ആവുക, ഫ്യൂൽ പമ്പ് ബ്ലോക്ക് ആവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. മുണ്ടിക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗാരേജുകാരൊക്കെ. കുറെ ആൾക്കാരായി ഇത് കംപ്ലൈന്റ് പറയണത്. ഈ മാത്രമല്ല, കുറെ ആൾക്കാരായി കംപ്ലൈന്റ് പറയണത്. അല്ല, അത് എത്തനോള് ചേർത്തുന്നത് പെട്രോൾ ക്ഷാമം കൊണ്ടൊന്നല്ല. അത് ഇലക്ട്രിക് വണ്ടികളിലേക്ക് ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഒഴിച്ചിട്ട് വണ്ടിക്ക് കംപ്ലൈന്റ് വരുമ്പോൾ പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോവുമല്ലോ. അപ്പോൾ പെട്രോൾ ഇറക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരില്ലല്ലോ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. പക്ഷെ വേറൊരു കാര്യം നോക്കിയിട്ടുണ്ടോ? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കത്തുന്നുണ്ട് ഇപ്പൊ. അതെന്തുകൊണ്ടാ? ഇത്തരം കാലങ്ങളായാലും വാഹനങ്ങൾ റൂട്ടിൽ ഇറങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീപിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒന്നുമില്ല ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇത്തരം ഈ സംവിധാനം കൊണ്ടുള്ള ഇതായിരിക്കും. അല്ലാണ്ട് എങ്ങനെയാണ് തീപിടിക്കുന്ന വാഹനം? എത്ര വാർത്തകളായി നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ എത്തനോളിന്റെ ഭവിഷ്യത്ത് ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് കെജ്രിവാൾ ഒരു സമരം നടത്തിയത്. പക്ഷെ അതാരും ശ്രദ്ധിക്കാതെ പോയി. നമ്മൾ അനുഭവിക്കുക, വേറെ എന്താ ചെയ്യാ? നീ വേറെ ഏതെങ്കിലും ഗാരേജിൽ കൊണ്ട് കാണിച്ചു നോക്ക്. അല്ല, അത് പേടിക്കണ്ടാണ്. പെട്രോളിന്റെ മണം വരുമ്പോ അവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. താഴത്തോട്ട് ഇറ്റണമില്ല, ബോണറ്റ് നോക്കിയപ്പോ അവിടെയില്ല. ഇടക്കിടക്ക് പെട്രോളിന്റെ മണം വരുന്നത്. പെട്രോള്, അതെ, പെട്രോള് കുറവ് കാണിക്കുന്നുണ്ട്. ആ അപ്പൊ ഇതാണ് സംഭവം. ഈ എത്തനോള് ചേർത്ത പെട്രോളേ ഇത് വലിയ പ്രശ്നങ്ങളുണ്ട്. കുറെ വണ്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട്, ചിലവര് ഇത് പുറത്തു പറയാൻ നടക്കാണ്. മൈലേജ് കുറവ്, എല്ലാം എല്ലാം കൊണ്ട് നഷ്ടമാണ്. എന്താ ചെയ്യാ? നമ്മളിപ്പോ ഇത് അനുഭവിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നിർത്തുന്നില്ലല്ലോ. നീ കൊണ്ടേ കാണിച്ചു നോക്കുക. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് അതന്നെ പറഞ്ഞു, ഗാരേജുകാര് തന്നെ പറഞ്ഞത്. കാരണം ഒരു വണ്ടി അതിന്റെ നിർമ്മാതാക്കൾ ഉണ്ടാക്കുമ്പോഴ് അത് പെട്രോളിന്റെ ഡീസലിന്റെ സിസ്റ്റത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ കൊണ്ടുപോയിട്ട് നമ്മള് ജൈവത്തിന്റെ ഇത് കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ അതിനുള്ള വ്യത്യാസം അവിടെ കാണും. ഫിൽറ്റർ ബ്ലോക്ക് ആവും. പിന്നെ പെട്രോൾ ടാങ്കിലെ ഫിൽറ്ററിന് ബ്ലോക്ക് വരും, ഫ്യൂൽ പമ്പിന് കംപ്ലൈന്റ് വരും. അപ്പൊ ഇതാരും അനുഭവിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും പണ്ട് കരുന്നില്ലോ. കണ്ടമാന വണ്ടികൾക്ക് മൈലേജ് കുറഞ്ഞെന്നൊക്കെ ഇവിടെ പലരും പറയുന്നുണ്ട്. അനുഭവിക്കുക, അല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? കൊണ്ടുപോയി കാണിച്ചു നോക്കുക. അല്ലാണ്ട് ഇപ്പൊ നിർത്തൊന്നുമില്ല. ഒന്നുകൂടി എന്തേലൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചു നോക്കുക.
തീ പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, ഇപ്പോൾ കുറേ വാഹനങ്ങളായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീ പിടിക്കുന്നു. ഇന്നേ വരെ ഇന്ന കാരണം കൊണ്ടാണ് ഇത് തീ പിടിക്കുന്നതെന്ന് അധികാരികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ വാഹനം തീ പിടിച്ചത് ഇന്ന കാരണം കൊണ്ടാണ്? എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? ഇത്തരം കാലങ്ങളായാലും വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ട് ഇപ്പം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീ പിടിക്കാനുള്ള കാരണം, തീ പിടിക്കുന്ന ഫയർഫോഴ്സുമായിട്ട് എടുത്ത് നോക്കുമ്പോൾ കാണാം എന്തുകൊണ്ടാണ് തീ പിടിച്ചത് എന്ന് ഇവർ അറിയിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇതിൽ സംശയം. ജനങ്ങൾക്ക് സംശയം അതാണ്. ഈ വാഹനങ്ങളിങ്ങനെ നിരന്തരം തീ പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഇതിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണോ? ഇത് നമ്മൾക്ക് മാത്രമല്ല, അധികാരികൾ പോകുന്ന വാഹനങ്ങൾക്കും ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ ഭയപ്പെട്ടിട്ട് വാഹനം എടുക്കാൻ അവർക്ക് ഭയമാവും. വാഹനം ഇറങ്ങിയിട്ട് കുറേ കാലങ്ങളായല്ലോ ഈ നിരത്തിൽ ഓടുന്നത്. ഇതുവരെ ഇല്ലാത്ത സംഭവം എന്താണ് ഇപ്പോൾ?